ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ സ്മാർട്ട് ഫോണിൽ പോലും 10 ബില്യണിലധികം ട്രാൻസിസ്റ്ററുകളുണ്ട്. അതായത് ഒരു ചെറിയ ചിപ്പുകളില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇന്റർനെറ്റോ ഡിജിറ്റൽ ലോകമോ ഒരൊറ്റ നിമിഷം കൊണ്ട് പൂർണ്ണമായും നിലച്ചു പോകും. ലോകം എന്തുകൊണ്ടാണ് ചിപ്പിനായി പോരാടുന്നത്? നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോൺ, റോഡിലൂടെ പായുന്ന അത്യാധുനിക സൂപ്പർ കാറുകൾ, ലാപ്ടോപ്പുകൾ, ഡ്രോണുകൾ, ആകാശത്തിൽ വിറപ്പിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾ, ഇനി അങ്ങോട്ട് ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വലിപ്പത്തിൽ നമ്മുടെ വിരൽ നഖത്തേക്കാൾ ചെറുത്, പക്ഷേ മൂല്യത്തിൽ കോടിക്കണക്കിന് ഡോളറുടെ ആഗോള വ്യവസായങ്ങളെ ഒരൊറ്റ നിയന്ത്രണ രേഖയിൽ നിർത്തുന്ന മഹാശക്തി. അതാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ. ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ഭീകരമായ വൻ ശക്തി യുദ്ധങ്ങളിൽ ഒന്ന് നടക്കുകയാണ്. പക്ഷേ ഈ യുദ്ധം തോക്കുകളോ ടാങ്കുകളോ കൊണ്ടല്ല, മറിച്ച് സിലിക്കണും നാനോമീറ്ററുകളും കൊണ്ടാണ്. അതാണ് ദ ഗ്ലോബൽ ചിപ്പ് വാർ. ആരാണ് ഈ അദൃശ്യ യുദ്ധത്തിന് പിന്നിൽ? ആർക്കാണ് അതിന് നിയന്ത്രണം? നമുക്ക് നോക്കാം. എന്താണ് ഈ സെമി കണ്ടക്ടർ ചിപ്പ്? ഒരു കമ്പ്യൂട്ടറിൻ്റെയോ ഒരു സ്മാർട്ട് ഫോണിൻ്റെയോ തലച്ചോറാണ് ഈ ചിപ്പുകൾ. നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിൽ കോടിക്കണക്കിന് ന്യൂറോണുകൾ ഉള്ളതുപോലെ ഒരു ചെറിയ ആധുനിക ചിപ്പിനുള്ളിൽ കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ ട്രാൻസിസ്റ്ററുകളാണ് ഡിജിറ്റൽ ലോകത്തെ എല്ലാ കണക്കുകൂട്ടലുകളും തീരുമാനിക്കുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണ സ്മാർട്ട് ഫോണിൽ പോലും 10 ബില്യണിലധികം ട്രാൻസിസ്റ്ററുകളുണ്ട്. അതായത് ഒരു ചെറിയ ചിപ്പുകളില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇന്റർനെറ്റോ ഡിജിറ്റൽ ലോകമോ ഒരൊറ്റ നിമിഷം കൊണ്ട് പൂർണ്ണമായും നിലച്ചു പോകും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഈ ചിപ്പുകൾക്കായി ഇത്രയധികം പോരാടുന്നത്? ആ വലിയ പാഠം ലോകം പഠിച്ചത് 2020-ലാണ്. 2020-ലെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഫാക്ടറികൾ അടച്ചുപൂട്ടിയപ്പോൾ ആഗോള വിതരണ ശൃംഖല തകർന്നു. ചിപ്പുകളുടെ ലഭ്യത പെട്ടെന്ന് കുറഞ്ഞു. ഫലം എന്തായിരുന്നു? ലോകത്തിലെ വൻകിട കാർ നിർമ്മാതാക്കൾക്ക് ഉൽപ്പാദനം നിർത്തിവെക്കേണ്ടി വന്നു. മൊബൈൽ, ലാപ്ടോപ്പ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്താൻ മാസങ്ങൾ വൈകി. വില കുതിച്ചുയർന്നു. അപ്പോഴാണ് ലോകം ആ കടുത്ത യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. 20-ാം നൂറ്റാണ്ടിൽ എണ്ണയ്ക്ക് വേണ്ടി ലോകശക്തികൾ പോരാടിയപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന തന്ത്രപ്രധാനമായ വിഭവം ഈ ചിപ്പുകളാണ്. അമേരിക്കയിലും ചൈനയും തമ്മിലുള്ള ഡബിൾ ഗെയിം. നമുക്ക് ആ സബ്ജക്റ്റിനെ പറ്റി പ്രതിപാദിക്കാം. ഈ ആഗോള യുദ്ധത്തിൽ കേന്ദ്ര ബിന്ദു നിൽക്കുന്നത് 2 വൻ ശക്തികളാണ്. ഒന്ന് അമേരിക്കയും മറ്റൊന്ന് ചൈനയും. വർഷങ്ങളായി ലോകത്തിൽ ഏറ്റവും ശക്തമായ ടെക്നോളജി ഭീമന്മാരായ എൻവിഡിയ, ഇന്റൽ, AMD തുടങ്ങിയ കമ്പനികളുടെ ആസ്ഥാനം അമേരിക്കയിലാണ്. ചിപ്പുകളുടെ ഡിസൈനിങ്ങിൽ അമേരിക്ക വ്യക്തമായ മേധാവിത്വമുണ്ട്. എന്നാൽ മറുവശത്ത് ചൈന അതിവേഗം മുന്നേറുകയാണ് ഈ ടെക്നോളജിയിൽ. സൂപ്പർ കമ്പ്യൂട്ടറുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യ എന്നിവയിൽ ഒന്നാമതെത്താൻ ചൈനക്ക് ചിപ്പുകൾ അത്യാവശ്യമാണ്. ഇതിനായി സ്വന്തം മണ്ണിൽ ചിപ്പ് വ്യവസായം വളർത്താൻ ചൈന ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഒഴുക്കുന്നത്. നാളെ ഒരു ദിവസം ചൈന ടെക്നോളജിയിൽ തങ്ങളെ മറികടക്കുമോ എന്ന അമേരിക്കയുടെ ഭയമാണ് യുദ്ധത്തിൽ കടുപ്പമാകുന്നത്. അതുകൊണ്ടാണ് ചൈനയിലേക്കുള്ള അത്യാധുനിക ചിപ്പുകളുടെയും മെഷീനുകളുടെയും കയറ്റുമതി അമേരിക്ക കടുത്ത ഉപരോധങ്ങളുടെ തടഞ്ഞിരിക്കുന്നത്. നമുക്കിനി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപിനെ പറ്റി പ്രതിപാദിക്കാം. ലോകത്തിലെ ഏറ്റവും വികസിതവും ഏറ്റവും പവർഫുള്ളുമായ ചിപ്പുകളുടെ ഭൂരിഭാഗവും നിർമ്മിക്കുന്നത് അമേരിക്കയിലോ ചൈനയിലോ അല്ല, മറിച്ച് ചൈനക്ക് തൊട്ടടുത്തുള്ള ഒരു ദ്വീപിലാണ്. ആ ദ്വീപിൻ്റെ പേരാണ് തായ്വാൻ. തായ്വാനിലെ TSMC, അതായത് തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി, ഇന്ന് ഒരൊറ്റ കമ്പനിയാണ് ലോകത്തിൽ ഏറ്റവും വലിയ അത്യാധുനിക നാനോമീറ്റർ ചിപ്പുകളുടെ 90% നിർമ്മിക്കുന്നത്. ആപ്പിൾ ഐഫോൺ മുതൽ എൻവിഡിയയുടെ ലക്ഷങ്ങൾ വില വരുന്ന AI ചിപ്പുകൾ വരെ നിർമ്മിക്കുന്നത് ഇവരാണ്. അതുകൊണ്ട് തന്നെ തായ്വാൻ ലോകം ഇന്ന് വെറും ദ്വീപല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയമിടിപ്പാണ് തായ്വാൻ. മിലിറ്ററി പവറും ഇന്ത്യയുടെ സുവർണ അവസരങ്ങളും. ഇത് വെറും മൊബൈലിൻ്റെയോ കാറിൻ്റെയോ മാത്രം കഥയല്ല സുഹൃത്തുക്കളെ. ഭാവിയിൽ യുദ്ധങ്ങൾ ജയിക്കുന്നത് എണ്ണയുള്ള രാജ്യമല്ല, മറിച്ച് ചിപ്പുള്ള രാജ്യമായിരിക്കും. കാരണം
ഒരു അത്യാധുനിക മിസൈലിനും യുദ്ധവിമാനത്തിനും ഡ്രോണുകൾക്കും കൃത്യമായ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ഈ ചിപ്പുകൾ കൂടിയേ തീരൂ. ഈ നിർണായക യുദ്ധത്തിൽ ഇന്ത്യയുടെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം എവിടെയാണ്? വർഷങ്ങളായി സോഫ്റ്റ്വെയർ രംഗത്ത് ഇന്ത്യ ശക്തമായിരുന്നെങ്കിലും ചിപ്പ് ഉൽപ്പാദനത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. എന്നാൽ ഇപ്പോൾ കളി മാറി മറിയുകയാണ് സുഹൃത്തുക്കളെ. ചിപ്പ് നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കുന്നതിനായി സർക്കാർ കോടിക്കണക്കിന് ഡോളർ പ്രോത്സാഹന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഗോള കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ താല്പര്യം കാണിക്കുന്നു. വെറും ഒരു ഉപഭോക്താവ് ഇരിക്കാതെ ലോകത്തിൻ്റെ ചിപ്പുകൾ നൽകുന്ന ഒരു നിർമ്മാണ ശക്തിയായി മാറാൻ ഇന്ന് ഇന്ത്യ ലക്ഷ്യമിടുന്നു. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തെ മാറ്റി മറിക്കുകയാണ്. ChatGPT പോലുള്ള വൻകിട AI സിസ്റ്റങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ 10,000 സൂപ്പർ ചിപ്പുകൾ ആവശ്യമുണ്ട്. വരും ദിവസങ്ങളിൽ ആരാണോ ഈ ചിപ്പ് വ്യവസായത്തെയും അതിൻ്റെ സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കുന്നത്, അവർ മാത്രമായിരിക്കും ഈ ഭൂമിയുടെ ഭാവി നിയന്ത്രിക്കാൻ പോകുന്നത്. ഒരു ചെറിയ സിലിക്കൺ കഷണം ആഗോള സമ്പദ് വ്യവസ്ഥയെയും ലോകത്തിൻ്റെ സൈനിക ശക്തിയെയും മാറ്റിമറിക്കുന്ന ഒരു അത്ഭുത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ കയ്യിലെടുക്കുമ്പോൾ ഓർക്കുക, അത് വെറും ഒരു ഫോണല്ല, ലോക വൻ ശക്തികളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അദൃശ്യ പോരാട്ടത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. ഈ ചിപ്പ് യുദ്ധത്തിൽ ഇന്ത്യക്ക് ഒരു ആഗോള ശക്തിയാകാൻ കഴിയുമോ?